എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം. 2025 സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുതിച്ച് എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുന്നു. സ്വർണത്തിനും വെള്ളിക്കും വിലയിൽ ഇത്രയും കുത്തനെയുള്ള ഉയർച്ച ഉണ്ടാകുമെന്ന് പലരും പ്രവചിച്ചിരുന്നില്ല. 2025 സ്വർണ്ണവിലയെ സംബന്ധിച്ച് അസാധാരണമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. 52 തവണയാണ് സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. 1979 ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വാർഷിക വരുമാനവും പൊന്നു സമ്മാനിച്ചു. 2025 അവസാന വ്യാപാര ദിനത്തിൽ സ്വർണം $4,319 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ വർഷം അത് ഏകദേശം 65% വർദ്ധിച്ചു. അതേസമയം വെള്ളി 148% ഉയർന്ന് $71.66 കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സ്വർണം $1,898 നിന്ന് $4,488 ഉയർന്ന് 127% റിട്ടേൺ നൽകി. അതേ കാലയളവിൽ വെള്ളി $26.40 നിന്ന് $71.66 ഉയർന്ന് 171% റിട്ടേൺ നൽകി. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വെള്ളി സ്വർണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വെള്ളിയുടെ പ്രധാന വില വർധനവ് 2025 രണ്ടാം പകുതിയിലാണ് സംഭവിച്ചത്. ഓഗസ്റ്റ് 27 മുതൽ വെള്ളി ഏകദേശം 82% ഉയർന്നു. അതേസമയം സ്വർണം 28% ഉയർന്നു. 2025 രണ്ട് ലോഹങ്ങളുടെയും മികച്ച റാലികൾക്ക് നിരവധി ഘടകങ്ങൾ കാരണമായി. അതോടൊപ്പം തന്നെ അവയിൽ ചിലത് ഈ വിലയേറിയ ലോഹങ്ങളെ ഈ വർഷവും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 ഹ്രസ്വകാല പണം ഊഹക്കച്ചവടത്തിന് പകരം ആഴത്തിലുള്ള ഘടനാപരമായിട്ടുള്ള ഘടകങ്ങളാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില വർദ്ധിപ്പിച്ചതെന്ന് പ്രധാനമായിട്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. US ഫെഡറൽ നിയമം അനുസരിച്ചുകൊണ്ട് ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിലും പ്രാഥമിക ഘടകങ്ങൾ കൂടുതൽ അടിസ്ഥാനപരമായിരുന്നു. സ്വർണത്തിന്റെ ഉയർച്ച ലോകത്തിലെ സാമ്പത്തിക പണവ്യവസ്ഥയിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, അതോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങളിലെ സാമ്പത്തിക സമ്മർദ്ദം, ഡീസോളറൈസേഷനിലേക്കുള്ള പൊതുവായിട്ടുള്ള മാറ്റം എന്നിവ കാരണം സ്വർണം ഒരു നിഷ്ക്രിയ സുരക്ഷിത താവളത്തിൽ നിന്ന് ഒരു മാക്രോ ആസ്തിയായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. ആഗോള കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ കൂടുതൽ കരുതൽ ശേഖരത്തിൽ സ്വർണം കൂടുതൽ ചേർത്തുകൊണ്ട് US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ അവരുടെ ഫോറക്സ് കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നത് തുടരുന്നതാണ്. ഇത് 2026 തുടരുന്നതാണ്. ശുദ്ധമായിട്ടുള്ള ഊർജം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള വ്യവസായിക ആവശ്യകതയിൽ നിന്ന് വെള്ളിക്ക് നേട്ടമുണ്ടായി എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറുവശത്ത് ഉയർന്ന ചാഞ്ചാട്ടം ഉണ്ടായിട്ടും വിലയേറിയതും വ്യവസായവുമായിട്ടുള്ള ലോഹമെന്ന നിലയിൽ ഇരട്ട പങ്ക് വഹിക്കുന്നതിനാൽ വെള്ളി ശതമാനത്തിൽ സ്വർണത്തെ മറികടന്ന് തുടരുന്നതാണ്. അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണത്തിന് വാർഷിക ശരാശരി അടിസ്ഥാനത്തിൽ 25 മുതൽ 30% വരെ വരുമാനം നൽകുവാൻ സാധിക്കുന്നതാണ്. അതേസമയം വെള്ളി ഇപ്പോഴും വാർഷിക ശരാശരി അടിസ്ഥാനത്തിൽ ഉയർന്ന വരുമാനം നൽകുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.